ചേച്ചി എന്തോ ഇന്ന്? അയ്യോ ബംഗാളിയായിരുന്നോ? അയ്യോ അല്ല, ചേച്ചി എന്തോ ഇന്ന്? ആരുടെ ചേച്ചി? മോളെന്തോ ചെയ്യുന്നു? പ്രൈമറി സ്കൂളിലെ ടീച്ചറായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോ അതങ്ങ് നിർത്തി. അയ്യോ അതെന്തോ പറ്റി? ഭർത്താവിന് ജോലി ഉണ്ടല്ലോ, പിന്നെ എന്നോട് പോണ്ടാന്ന് പറഞ്ഞു. നല്ല ഭർത്താവ്, ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ. അല്ല ചേട്ടാ അവിടെ പോയി? ബിസിനസ് ടൂറായിട്ട് ബോംബെ പോയി. 2 ദിവസം കഴിഞ്ഞ് വരും. വെറുതെ അല്ല, 2 ദിവസമായിട്ട് ക്യാമറ വർക്ക് ആവുന്നില്ല, പെട്ടെന്നൊന്ന് ശരിയാക്കണമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. എന്തുവാ? അല്ല അത്യാവശ്യമായിരിക്കും. സാർ ഓഫീസിലെ വർക്കൊക്കെ ഞങ്ങൾക്കായിരുന്നു. സാറിന് എന്നെ ഭയങ്കര വിശ്വാസം കേട്ടോ. അതാ ചേട്ടനങ്ങനെ ആണുങ്ങളൊന്നും പണിക്കൊക്കാറില്ല വീട്ടില്. എന്താ? അല്ല റെജി അത്രയ്ക്ക് വിശ്വാസമായിരിക്കും, അതാ. തെറ്റിക്കരുത്. അല്ല എന്തോ ഇതിന്റെ കംപ്ലൈന്റ്? കംപ്ലൈന്റ് ഒന്നും ഇല്ല ചേച്ചി, പക്ഷെ എന്തോ പ്രശ്നമുണ്ട്, അത് ഉറപ്പാ. അല്ലെങ്കിൽ ഇത് വർക്ക് ആവണ്ടേല്ലേ, അല്ലെങ്കിൽ എന്നെ വിളിക്കൂലല്ലോ. ചേച്ചി ഇതിന്റെ കണക്ടർ പോയതാന്ന് തോന്നട്ടാ. സാധനം എന്റെ ഇല്ല, ഞാൻ കടയിൽ പോയി എടുത്തോട്ട് വന്നിട്ട് ശരിയാക്കി തരാവേ. മുട്ടല്ലേ മുത്തേ, മൊത്തം മുറ്റൂല്ല. നീ എനിക്ക് പറ്റിയ ആളല്ല. നമ്മൾ തമ്മിൽ ഒരിക്കലും ചേരില്ല. നീ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോൾ ആദ്യം എന്നെ തന്നെ കല്യാണം വിളിക്കണം. കിട്ടിയടി, നിന്നെക്കായി നല്ലൊരു പെണ്ണിനെ എനിക്ക് കിട്ടി. എന്റെ കല്യാണം ഉറപ്പിച്ച് ഞാൻ എന്താ കാണിക്കുന്ന? കല്യാണം? അയ്യോ കഴിഞ്ഞ്. നിന്റെ അല്ല, എന്റെ കല്യാണം വിളിക്കാൻ വന്നേ. ഓ കൺഗ്രാറ്റ്സ്. അവിടെ ഇരിക്കുന്നു, അകത്തോട്ട് വിളിക്കുന്നില്ലേ? നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ. വാ. ഭാഗ്യം കിട്ടില്ല. നീ പറഞ്ഞോ? ഇല്ല നീ പറഞ്ഞോ. ഇല്ല നീ പറഞ്ഞോ. പണ്ട് നീ പറയുന്നതിനൊന്നും എതിർത്ത് പറയരുതെന്നാണല്ലോ പറയാറ്. സുഖാണോ? പിന്നെ ഭയങ്കര സുഖം. ഒരു കുട്ടിയെ 5 വർഷം സ്നേഹിച്ച് അവൾ ഇട്ടേച്ച് പോകുമ്പോ ഭയങ്കര സുഖമാണ്. നീ ഇതൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കുകയാണോ? ഓർത്തിരിക്കുന്നതല്ല, മറക്കാൻ പറ്റണ്ടേ. പക്ഷെ ഇപ്പൊ ഞാൻ ഓക്കെ ആട്ടോ. അല്ലി വന്നതിന് ശേഷം എന്റെ ജീവിതം ആകെ മാറി. അല്ലയോ? സോറി, ആലിസ്. കല്യാണ ലെറ്റർ പേരൊക്കെ ഉണ്ട്. സ്വഭാവമൊക്കെ ഇഷ്ടപ്പെട്ടോ? അയ്യോ തങ്കപ്പെട്ട സ്വഭാവം, നിന്നെ പോലെയല്ല. അവളുടെ അല്ല, നിന്റെ സ്വഭാവം അവൾക്ക് ഇഷ്ടപ്പെട്ടോന്ന്. ഒരു മാറ്റമില്ലല്ലേ. എന്തായാലും ചിലരെ പോലെ മനസ്സിലാക്കാൻ പറ്റാത്ത സ്വഭാവമൊന്നും അല്ലല്ലോ എന്റേത്, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. അത്ഭുതം തന്നെ. അല്ല നിന്റെ കെട്ടിയവനെ പറ്റിയൊന്നും പറഞ്ഞില്ല. കെട്ടിയന്റെ അന്ന് തന്നെ ഗൾഫിൽ പോയോ? ഞാൻ അല്ലെങ്കിലേ മിസ് ചെയ്തിരിക്കുവായിരുന്നു. ഞാൻ വെച്ചാ മരിക്കും. അതെനിക്ക് നീയായിട്ട് റിലേഷൻ ആയപ്പോഴാ മനസ്സിലായതാ, കുറച്ചാലും കൂടെ പോയാൽ മരിക്കുമെന്ന്. എടാ അതല്ലടാ, ഞാൻ വെച്ച പുള്ളിക്ക് ജീവനാ. സാധാരണ ആള് ജീവൻ പോണ്ടാണല്ലോ. എടാ ഒരു കല്യാണം കഴിഞ്ഞാൽ ആദ്യം എന്തോ വേണ്ടേന്നറിയോ? ഫസ്റ്റ് നൈറ്റ്. ഒന്നുമല്ല, ഒരു ചിന്ത തന്നെ. എടാ പൊട്ട അണ്ടർസ്റ്റാൻഡിങ്. ഓ ഐ അണ്ടർസ്റ്റാൻഡ്. അല്ല ഞാനുമായിട്ട് പ്രേമത്തിലായിരുന്നപ്പോ ഈ അണ്ടർസ്റ്റാൻഡിങ് ഒന്നും കണ്ടില്ലല്ലോ. അത് നിനക്ക് ഇല്ലാത്തത് കൊണ്ടാ പൊട്ടിയത്. അപമാനം. ആലീസ് ഒരു മിനിറ്റ് പറ കുഞ്ഞേ. എവിടെ സ്റ്റെപ്പിന്ന് ഇറങ്ങിയപ്പോഴോ? നിന്റെ ഡാഡി എടുത്ത് പറഞ്ഞേരം ഞാൻ വരുമ്പോ ആ സ്റ്റെപ്പ് ഇടിച്ചു പൊട്ടിച്ച് കളയൊന്ന് കേട്ടേ. അത് പറയണോ കുഞ്ഞേ? ഞാൻ വാങ്ങിച്ചോണ്ട് വരത്തില്ലേ. സംസാരമൊന്നുമില്ലേ? പണ്ടത്തെ പോലെ ഉമ്മടുപ്പ് മാത്രമല്ല എപ്പോഴും. ചിലരെ മനസ്സിലാക്കി കൊടുക്കാൻ വാക്കുകൾ വേണ്ട, ജസ്റ്റ് മതി. ശരിയാ, ഞാനും മിസ് ചെയ്യുന്നു. ആണോ? കല്യാണം ഉറപ്പിച്ചേ ഉള്ളൂ, വേണ ഒരു അവിധത്തിൽ ഞാൻ റെഡിയാ. അയ്യേ പോടാ, നിന്നെ അല്ല മഹേഷ് ഏട്ടനെ. എന്നിട്ട് പുള്ളി എവിടെ? പുള്ളി ഇന്ന് ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടിട്ട് US പോയേക്കുക. ഇനി 1 വീക്ക് കഴിഞ്ഞേ വരുള്ളൂ. ഒരാഴ്ചയെങ്കിലും അയാള് സമാധാനത്തോടെ ജീവിക്കട്ടെ. ആൻഡ് യു നോ, ഐ ഡോണ്ട് നോ, ഹി ഈസ് സച്ച് എ ജെന്റിൽമാൻ. എന്തൊരു കെയറിംഗ് ആണെന്നറിയോ എന്നെ? സംശയം എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. നിന്നെയൊക്കെ സംശയിക്കേണ്ടതാ. ശരിയെന്നാ, കല്യാണ പന്തല് മന്തിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ജെന്റിൽമാനുമായിട്ടങ്ങ് പോരെ. അല്ല വെള്ളം കുടിച്ചിട്ട്. അയ്യോ വേണ്ട, കൊറേ കുടിപ്പിച്ചല്ലേ ബോട്ട്. എന്തോ നൈസ് ഉണ്ടോ?
നിനക്ക് ഇന്ന് പോവാൻ അനുവാദം ഇല്ല. ഇതെന്തോന്ന് വരിക്കശ്ശേരി മനെ? അതല്ല, മഹേഷേട്ടൻ വന്ന്. നീ അല്ല പറഞ്ഞ അങ്ങനെ US-ലാന്ന്. ഇപ്പൊ എന്ത് വിമാനത്തിനടുത്ത് ചാടിയാ? അത് ഞാൻ കള്ളം പറഞ്ഞതാ, അയാൾ ബോംബെ പോയതാ. കള്ളി, അന്നും കള്ളി, ഇത് പെരുകള്ളി. ഒന്ന് പതുക്കെ പറ. അതിനിപ്പോ ഞാൻ പോയാ എന്താ? അത് നീ വിചാരിക്കുന്ന പോലെ ഒരാളല്ല അയാള്. പക്ഷേ മറ്റേതാണ് ആണുങ്ങളോടുള്ള താല്പര്യം. അയ്യോ അതല്ല, അയാൾക്ക് ആണുങ്ങളെ കണ്ടൂടാ, സംശയരോഗ. നിനക്കറിയോ, ഞങ്ങള് മാളി പോയപ്പോ എന്നെ ഒരാള് നോക്കിയെന്നും പറഞ്ഞ് 4ാമത്തെ നിലയെന്ന് അയാളെ എടുത്ത് താഴോട്ടിട്ടു. കഴിഞ്ഞ മാസം ജയിലിൽ നിന്ന് ഇറങ്ങിയത്. അയാൾ എന്തായാലും നിന്നെ വെറുതെ വിടൂല. ഇപ്പം പോണ്ട. എടാ, നമ്മള് തമ്മിലുള്ള പഴയ ബന്ധമൊക്കെ അറിഞ്ഞ അങ്ങേര് വീടോടെ കത്തിക്കും. നീ ഒരു കാര്യം ചെയ്യ്, ആ റൂമിൽ പോയിരുന്നോ. അയാൾ അടുക്കള പോയി വെള്ളം കുടിക്കുന്ന സമയത്ത് ഇറങ്ങി ഓടിയാ മതി. അല്ല, ഞാൻ ഇപ്പൊ അടുക്കള പോയി വെള്ളം കുടിച്ചിട്ട് മൂത്രം ഒഴിക്കണ പട്ടി പോയി റൂമിൽ കയറാ. പഴയ കാമുകയുടെ ഭർത്താവ് മുൻ കാമുകനെ തലക്കടിച്ചു കൊന്നു. ബോംബെ പൂടെ പോയില്ലേ ബോംബെയില്? ഷർട്ടിലൊരു കറ പറ്റി. ഓഫീസിൽ ചെന്നപ്പോ ഓഫീസിലുള്ളവര് പറയുക, ഇങ്ങനെയാണോ ഓഫീസ് ട്രിപ്പിന് വരുന്നേന്ന്. വേറെ ഷർട്ട് എടുത്തിട്ട് പൊക്കൂടായിരുന്നോ? ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ട്രിപ്പിന് വരുന്നില്ലെന്ന്. അയ്യോ ദൈവമേ. കലത്തില് വെള്ളം ഇരിപ്പോണ്ടേ? എന്താ നടക്കുന്നേ? എന്താ നടക്കുന്നേ? ഫോഗാ നടക്കുന്നേ. എന്തിനാ അങ്ങോട്ട് പോണതെല്ലാം അടുക്കള വലിച്ച്. ഇവിടെ എന്താ ഒരു പുരുഷന്റെ മണം? നിങ്ങൾ പുരുഷനല്ലേ? ആ മണം അന്യ പുരുഷന്റെ മണം. അതെന്തൊരു മണം? കൃഷ്ണ കൃഷ്ണ വന്ദ ജനാർദ്ദന. മരിച്ച ആരാത്? CCTV റിപ്പയറിംഗ് 24 hours അവൈലബിൾ. CCTV നന്നാക്കാൻ ഞാൻ റെജിയാണല്ലോ ഏൽപ്പിച്ചത്. റെജിയുടെ അമ്മയ്ക്ക് സുഖമില്ല. ഇത് റെജിയുടെ ബന്ധുവാ, നല്ലോണം പണിയും. നല്ല പണിയാ തന്നത്. എന്താ പേര്? റെജി. സജി. സജി. ഇടയ്ക്ക് റെജി വിളിക്കുമ്പോ സജി വരും, സജി വിളിക്കുമ്പോ റെജി വരും. എന്നാ സജിയുടെ പേര് റെജി നാക്കിക്കോ, റെജിയുടെ പേര് സജി നാക്കിക്കോ. ഇല്ലേ? അല്ല, CCTV എന്താണ് കംപ്ലൈന്റ്? സംഭവം സാറേ, ഈ CCTVയുടെ TV മാത്രമേ ഇവിടെ ഉള്ളൂ. ഞാൻ പോയി ആ CC എടുത്തോണ്ട് വന്നിട്ട് എന്റെ വണ്ടിയുടെ CC കൂടെ അടച്ച് ഞാൻ ആ വഴി അങ്ങ് പോവേ. പോട്ടെ മേഡം. ചേച്ചി, അയ്യോ ഇതാരാ പുതിയൊരു അവതാരം? മഹേഷേട്ടെ പോന്ന് എന്തായാലും ഒന്നും മിണ്ടൂലേ. ചേച്ചി കണക്ടർ കിട്ടിയിട്ടാ, ശരിയാക്കി തരാം. ഇപ്പൊ ശരിയാവുമല്ലോ. നിന്റെ അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടടാ റെജി? എന്റെ അമ്മ മരിച്ചിട്ട് 2 കൊല്ലമല്ലേ. ചേട്ടൻ വന്ന് ഇഡ്ഡലി കഴിച്ചിട്ട് പോയതൊക്കെ മറന്നുപോയോ? വെയ്യാതെ കിടന്നവന്റെ അമ്മ നേരത്തെ മരിച്ചു പോയെന്ന്. Is it possible, അഞ്ജു? Is it? ആക്ച്വലി ജപ്പാനിലൊരമ്മ മരിച്ചു പോയിട്ട് പിന്നെയും വയ്യാണ്ടായ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ. ഇത് നിന്റെ ഏത് വകയിലെ ബന്ധുടാ റെജി? സാറിന്റെ വീട്ടിലേക്ക് നാളെങ്ങനെ എന്റെ ബന്ധു വന്നത്? Is it possible? How? എടാ സജി. ഏത് സജി? ബിന്ദു മാമിയുടെ മോൻ. ബിന്ദു മാമിയാ? എടോ, എല്ലാ കുടുംബത്തിലും ഒരു ബിന്ദു മാമി ഇല്ലടോ, അതിലൊരു മാമിയുടെ മോൻ. നമ്മള് ബന്ധുക്കാരാ. ഭർത്താവില്ലാത്ത നേരത്ത് ഒരു അന്യപുരുഷനെ അകത്ത് കയറ്റിയിട്ട് 2 പേരും കൂടി അവിഹിതം.
എടോ ഭർത്താവില്ലാത്ത നേരത്തെ ഒരു വീട്ടിൽ ഒരു ആണും പെണ്ണും കൂടി ഇരുന്ന അത് അവിഹിതമാവൂടോ? ഇല്ലടാ, ഇതുവരെ കാണാത്ത നിന്നെ ഞാൻ എന്റെ മോനായിട്ട് സങ്കല്പിക്കാം. എടോ ഞാനിവിടെ പഴയ കാമുകനാണോ? അഭിഹിതത്തിൽ memories bring back, memories bring back to- ഡോ ഞാൻ എന്റെ കല്യാണം വിളിക്കാൻ വന്നയാ. ഓ, ആ പേരും പറഞ്ഞ് വീണ്ടും അഭിഹിതം തുടങ്ങാമല്ലോ. എടി ഇയാൾക്ക് മുഴു പ്രാന്താണ്. Yes, I am mad. I am mad. I am mad. ഇങ്ങോട്ട് നിന്നെ, നവദമ്പതികൾ ഇങ്ങോട്ട് ചേർന്ന് നിന്നേ. അയ്യോ എന്നെ തേച്ചേ ഉള്ളു. അത് സാരമില്ല. ചേട്ടാ ഞാനിവിടെ കൂടിക്കോട്ടെ. ആ നീ വാ, നിനക്ക് ഞാൻ തരുന്നുണ്ട്. Wait. I will give. എന്ത് ചേച്ചി സംഭവം? എടാ നീ എന്തിനാണ് ഇപ്പൊ വന്നത്? നിന്റെ ക്യാമിയുടെ ആവശ്യം എന്ത് ഇവിടെ? അല്ല ഞാൻ അങ്ങോട്ട് നോക്ക്. അയ്യോ വേണ്ടി. ഇവിടല്ല, അവിടെ പറഞ്ഞതാ. ഞാൻ ചേച്ചി തൊട്ടിട്ടില്ല. അത് പൊട്ടുവോ? അയാളത് ഞെക്കുവോ? അയാൾക്കല്ലേ അറിയൂ. നാളത്തെ പത്രങ്ങളുടെ ഹെഡ്ലൈൻ: അവിഹിതത്തിലായിരുന്ന ഭാര്യയും മുൻ കാമുകനെയും ഭർത്താവ് വെടിവെച്ച് കൊന്നു. നാളെ വന്ന് വെടിയുണ്ടാ മതിയാ. ഇന്നെനി കല്ലിക്ക് ആഭരണം എടുക്കാൻ പോണം. ഇന്ന് ദുർഗാഷ്ടമി ഒന്നും അല്ലല്ലോ. ആ പെണ്ണ് അങ്ങനെയല്ലേ രക്ഷപ്പെടട്ടെ. എന്നെ വെടിവെച്ച നിങ്ങളെ ഭാര്യയെ ഞാൻ കൊല്ലും. ഞാൻ തന്നെ കൊല്ലായിരുന്നേ. ഇപ്പൊ നീ തന്നെ കൊല്ലുവാണെങ്കിൽ എനിക്ക് അതും ലാഭമായല്ലോ. ഗില്ലി കളിക്കാൻ പറ്റിയ സമയം. ഒരു വെടിക്ക് ഞാൻ രണ്ടിനെയും കൊല്ലും. എന്നാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ഒരു കാര്യം പറയണ്ട അവിഹിതമേ. ഇല്ല, ഇത് താൻ കേക്കണം. ഈ ഡോറിന്റെ ചാവി പുറത്ത് കിടക്കുക. സോ വാട്ട്? എനിക്കിത് പുറത്തുനിന്ന് പൂട്ടാൻ പറ്റുമല്ലോ. എന്റെ പൊന്നെ, ഇയാൾക്ക് വട്ടൊന്നുമില്ല, അതിന് വലിയ എന്തോ അസുഖമാ. ഞാൻ പറഞ്ഞില്ലേ അയാള് സൈക്കോ ആണെന്ന്. നീ എന്റെ കൂടെ വാ. ശരിക്കും അയ്യാ, വീട്ടിൽ കൊണ്ടാക്കാം. ഇങ്ങനെ ഡൈവോഴ്സ് ചെയ്തിട്ട് വേറെ നല്ലൊരു തന്നെ കെട്ടി. അല്ലപ്പ അയാളോ? ഇയാളിവിടെ വെടിയും പൊട്ടിച്ചിരിക്കട്ടെ. വാടി. എന്നെ മാറ്റിയിട്ട് രണ്ടും കൂടെ അവിടെ അവിഹിതോ?